ഇന്നിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കണ്ടത്തിൻ്റെ വിതയ്ക്കുള്ള ഞാറിൽ മരുന്നടിക്കുകയാണ്. സൂഡോമോണക്സ് എന്ന് പറഞ്ഞ മരുന്നാണ് അടിക്കുന്നത്. ഈ ചാഴികൾ, പുഴുക്കേട് ഇതെല്ലാം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്ന രീതിക്ക് അടിക്കുകയാണ്. എത്രത്തോളം എഫക്റ്റ് ആവും എന്നറിയില്ല, എന്നാലും ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കൊടുക്കുകയാണ്. ഇത് അടിക്കുന്നത് നമ്മുടെ കിഴക്കുമുറി രാജേട്ടനാണ്. ഇതിൽ ഈ 2-3 കണ്ടങ്ങൾ മൊത്തം പണിയുന്നതും രാജേട്ടൻ തന്നെയാണ്. ഈ പറഞ്ഞതായി ഈ കണ്ടം, ഈ കാണുന്ന കണ്ടം, പിന്നെ ഈ കാണുന്ന കണ്ടം, അതെല്ലാം ഒക്കെ കുറച്ച് കണ്ടങ്ങൾ മാത്രമേ പണിയുന്നുള്ളൂ. ഇന്നിപ്പോൾ കേരള പിറവി ദിനമായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പാടത്തുനിന്ന് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. മരുന്നടിക്കാമെന്ന്. ആദ്യം മരുന്നടിക്കേണ്ട വിചാരിച്ചതാണ്, പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര പുഴുക്കേട് ശല്യം ഇത് വലുതായപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തെ അതിമനോഹരമാക്കുന്നത്. കുറേ പാടങ്ങൾ, കുറേ പുഴകൾ, തോടുകൾ, പിന്നെ തണ്ണീർത്തടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടൂറിസത്തെയും അതുപോലെ തന്നെ കേരളത്തെയും ഇത്ര മനോഹരമാക്കുന്നത്. ഇന്ന് നമ്മൾ കേരള പിറവി ദിനമാണല്ലോ. നമ്മൾ പറയുന്നുണ്ട് കേരള പിറവി ദിനത്തിൽ നമ്മളിപ്പോൾ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും അതിനെ കേരളത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പം അത്ര മനോഹരമായ കേരളമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ മനോഹരിത കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ പലരും ഇന്നിപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണിൽ സ്റ്റാറ്റസ് നിറയെ കേരള പിറവി ദിനമാകണ്ടേ. കേരള പിറവി ദിനം ചിലവർ ഈ പറയുന്ന പോലെ നമ്മുടെ ഏതൊരു സിനിമയിലുണ്ട് നല്ലൊരു പാട്ട്, ഇതിൽ കേരളത്തെക്കുറിച്ച് നന്നായിട്ട് പിക്ചറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നിപ്പോൾ എല്ലാം വറ്റി വരണ്ട് ഉണങ്ങി നമ്മൾ ആ പ്രകൃതിയുടെ മടിത്തട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാം മനുഷ്യർ, ഞാനടക്കം നമ്മളെല്ലാവരും. അപ്പോൾ ഇതൊന്നും അന്നത്തെ മനുഷ്യരും അന്നും ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും ഭൂമിയിൽ അതേ സെയിം മനുഷ്യർ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ ഇത് കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ആ സ്റ്റാറ്റസും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തീരെ പിടിച്ചില്ല. കാരണം നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകൃതിനെ. എന്നിട്ട് ആ പ്രകൃതി രമണീയമായത് നമ്മൾ ഫോട്ടോസാക്കിയിരുന്നു. അതിലെന്തർത്ഥമുള്ളത്? നമ്മൾ വിവരം കേരളക്കാർക്ക് കൂടുതലാണെന്നാണ് പറയുക. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വിവരം അത്ര കൂടുതലാണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. എല്ലാത്തിലും കേരളം നമ്പർ 1 എന്നാണ് പറയുന്നത്. മനുഷ്യരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 ആണോ എന്ന് കാണാൻ കഴിയില്ല. വിവരവും വിവേകവും രണ്ടും രണ്ടാണല്ലോ. എല്ലാവർക്കും വിവരമുണ്ട്, അത് പരിപൂർണമായി അത് ചെയ്യുന്നില്ല. അതാണ് വിവേകമില്ലായ്മ. അതാണ് ഇപ്പം ഈ കേരളത്തിൽ നമ്മൾ കാണുന്നത്. അത് നമ്മൾ 2 ആൾ ചേർന്നിട്ട് പ്രവർത്തിച്ച കാര്യമില്ല. ഒരു കുറച്ച് ആളുകൾക്ക് അതിനോടൊരു ബോധ്യമാണ്. കണ്ടോ, വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ കനാലിൽ വെള്ളം വിട്ടപ്പോൾ വെള്ളം കണ്ടത്തേക്ക് തുറന്നു വിട്ടതാണ്. ഒരാഴ്ചയായിട്ട് കമ്മിയായിരുന്നു വെള്ളം. നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ വെള്ളം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. ഈ ഏകദേശം ഒരു 2009, 2010 ശേഷമാണ് ഇതെല്ലാം മെല്ലെ മെല്ലെ കുറഞ്ഞു വരാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ അശാസ്ത്രീയമായ നിർമ്മിതി മൂലം നമ്മുടെ ക്ലൈമാറ്റിനെ അപകടകാരിയാക്കിക്കൊണ്ടിട്ട് നമ്മൾ തന്നെ മനുഷ്യർ തന്നെയാണ് അപകടകാരിയാക്കിയത്. എന്നിട്ട് നമ്മൾ ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയും. അതും ഇംഗ്ലീഷിലേ പറയും, മലയാളത്തിൽ ഇപ്പോൾ ആരും പറയാൻ മടി. എല്ലാവർക്കും
മലയാളം പറയാൻ മടിയാണ്. അതിനൊക്കെ നമ്മുടെ തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടിൽ തമിഴാണ് അവർക്ക് പ്രധാന ഭാഷ. ഇവിടെ നേരെ മറിച്ചാണ്, നമുക്ക് ഇംഗ്ലീഷാണ് പ്രധാന ഭാഷ. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. നമ്മളൊരു വേദിയിൽ പോയാൽ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ, കോട്ടും സൂട്ടൊക്കെ ഇട്ട് പോകുമ്പോഴേ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെ വേറെ ആൾക്കാർക്ക് അത് അപമാനമാണ്. കാരണം നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിച്ചേ തീരൂ. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലിരിക്കുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ശരിക്ക് വിദേശവൽക്കരണം നിർത്തി സ്വദേശവൽക്കരണത്തേക്ക് പോകണം. നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ആ റെസ്പെക്റ്റിൽ പോകണം. അല്ലാതെ മറുനാടൻ ഭാഷകളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വസ്ത്രവിവേചനമായാലും എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. അതായത് ആളുകൾ മാറ്റങ്ങൾ മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ തരം കാണല്ലോ. അപ്പോൾ സംഭവം എല്ലാ ടെക്നോളജികളും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ചെയ്യണം നല്ലതാണ്. പക്ഷേ ഇത്തിരി വിവേകത്തോടു കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു കുറച്ച് കാലം കൂടിയും കഴിഞ്ഞാൽ അടുത്ത ലോകമഹായുദ്ധം തുടങ്ങും. വേറെ ഒന്നിനല്ല, മനുഷ്യൻ തമ്മിൽ പോരാടുന്നത് നമ്മൾ വടിവാള് കത്തി വീശിയിട്ടാവില്ല. അന്ന് വെള്ളത്തിന് വേണ്ടി ഒരു തുള്ളി വായയിൽ തൊട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഒന്ന് മരിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ, അതിനൊക്കെ വേണ്ടി നമ്മൾ യുദ്ധം വരും. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം നമ്മുടെ മലയോരാണ് പ്രധാന സ്രോതസ്. അതെല്ലാം ഇപ്പോൾ ഇടിച്ച് നികത്തുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ കണ്ടോ, ഇടുക്കിയിൽ മുന്നേ ഒന്നും ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ന്യൂസിൽ ഇടുക്കിനെ കുറിച്ച് ടൂറിസത്തിൻ്റെ ഈ സമയമൊക്കെ ആയ ടൂറിസത്തിൻ്റെ കാര്യങ്ങളാണ് പറയുക. ഇപ്പം മണ്ണിടിച്ചിലും ഹൈവേ നിർമ്മാണമൊക്കെയാണ് പറയുന്നത്. വികസനം വന്നപ്പോൾ അവിടുത്തെ ആ മണ്ണിൻ്റെ പശ്മ നഷ്ടപ്പെട്ടു. അതൊക്കെയാണ് പ്രശ്നം. മണ്ണിൻ്റെ പശ്മ, മണ്ണിൻ്റെ ആ ഒരു സ്വാഭാവിക ഫലഭൂയിഷ്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. മനുഷ്യൻ തന്നെ ഭൂമിയിലുണ്ടാവില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവരും അതെന്താണ്, മറക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മലയാളികൾക്ക് വിവരം കൂടുതലാണ്, വിവേകമില്ല എന്നുള്ളത്. അതോ ഒരു അഭിനയമാണോ എന്നും കൂടി അറിയില്ല. അത് സംശയിക്കേണ്ടി വരുന്നു. കാരണം ഇന്നത്തെ തലമുറ പിള്ളേർക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മളെന്താ, കോളേജിലും ഇപ്പോൾ സ്കൂളിലായാലും ശരി, നമ്മൾ ഒരു പിള്ളേർ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ടീച്ചർക്കാണ്. പക്ഷെ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, അതിന് മെനക്കെടുന്നില്ല. കാരണം ആ കുട്ടി ചോദിച്ച സംശയം നാളത്തെ ഒരു സംശയമായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്കൂളാണ് നമ്മുടെ വിദ്യാലയം. വിദ്യ എന്ന് അഭ്യസിക്കേണ്ട ഒരു കാര്യമാണത്. അത് കറക്റ്റായിട്ട് അഭ്യസിച്ചാലാണ് അവൻ ഉയരങ്ങളിലേക്ക് പോകുന്തോറും അവന് അതിൻ്റേതായ ഗുണം കിട്ടുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതാ രാജേട്ടൻ പറയാണ്, ഇതാണ് നമ്മുടെ രാജേട്ടൻ. ആളെ അറിയണ്ടാവും. നമ്മുടെ മായനൂരത്തെ മെയിൻ